താരസംഘടന അമ്മയിൽ പൊട്ടിത്തെറി തുടരുകയാണ്. ജനറൽ സെക്രട്ടറി കുക്കു പരമേശ്വരനെതിരെ ഗുരുതര ആരോപണവുമായി ഓഫീസ് മാനേജർ അതുല്യ രംഗത്തെത്തി. അതുല്യയുമായി അപകീർത്തികരമായ ബന്ധമുണ്ടെന്ന് പറയാൻ സെക്യൂരിറ്റി ജീവനക്കാരനെ കുക്കു പരമേശ്വരൻ നിർബന്ധിച്ചു എന്നാണ് പരാതി. കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർക്ക് അതുല്യ പരാതി നൽകിയിട്ടുണ്ട്. ഉണ്ണി ശിവപാലിന് വേണ്ടി കുക്കു പരമേശ്വരൻ വഴിവിട്ട പ്രവർത്തനങ്ങൾ നടത്തുന്നുവെന്നും ആരോപണമുണ്ട്. ഞാൻ കമ്മീഷണർക്ക് കൊടുത്ത പരാതിയിൽ എനിക്കെതിരെ അവിടെ നടന്ന ഗൂഢാലോചനകൾ എന്നെ ടെർമിനേറ്റ് ചെയ്തതിൻ്റെ ഭാഗമായിട്ട് കുക്കു പരമേശ്വരനും ഉണ്ണി ശിവപാലും നീന കുറുപ്പും ചേർന്നുണ്ടാക്കിയ ഒരു വലിയൊരു സ്ക്രിപ്റ്റ് ഉണ്ടായിരുന്നു. അപ്പം അതിൻ്റെ വോയിസ് എനിക്ക് സെക്യൂരിറ്റി എന്നെ വിളിച്ചിട്ട് ഇന്ന കാര്യങ്ങൾ പറയാൻ അയാളെ ഏൽപ്പിച്ചു എന്ന് പറയുന്ന വോയിസ് ക്ലിപ്പ് ഉൾപ്പെടെ ആണ് ഞാൻ പരാതി കൊടുത്തിട്ടുള്ളത്. അതുപോലെ മാധ്യമങ്ങളോട് സംസാരിച്ചതിന് ഒരുത്തനുമായിട്ട് ബന്ധമുണ്ടാക്കിയിട്ട് നാളെ വെർജിനാണെന്ന് പറഞ്ഞാൽ മതിയോ എന്നൊക്കെ ചോദിക്കുന്ന ഒരു ഓഡിയോ. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്തിട്ടാണ് ഞാൻ കമ്മീഷണർക്ക് പരാതി കൊടുത്തിട്ടുള്ളത്. വിവരങ്ങളുമായി രാംഷ ചേരുന്നു. രാംഷ, ഇത് പറയാൻ പോലും പറ്റാത്ത രീതിയിലുള്ള രൂപത്തിലേക്ക് അമ്മയിലെ ഏറ്റുമുട്ടൽ നീങ്ങുകയാണ്. ഇപ്പോൾ അതുല്യ പോലീസിൽ പരാതി നൽകിയിരിക്കുന്നു. അവരൊരു ഫൈറ്റ് നടത്തിയിട്ടാണ് അവിടേക്ക് വീണ്ടും ജോലിക്ക് വന്നത്. അവർക്കിപ്പോൾ ഓഫീസിൽ പോകാൻ പറ്റുന്നുണ്ടോ? ഈ ആരോപണത്തോട് കുക്കു പരമേശ്വരൻ പ്രതികരിക്കുന്നുണ്ടോ രാംഷ? സ്മൃതി പറഞ്ഞതുപോലെ അമ്മയിലെ പരാതി പ്രവാഹം അതൊരു പക്ഷേ പുറത്തു പറയാൻ പോലും പറ്റാത്ത നിലയിലേക്കാണ് ഇപ്പോൾ മാറിക്കൊണ്ടിരിക്കുന്നത്. അമ്മയിലെ ഫ്രണ്ട് ഓഫീസ് മാനേജറായിരുന്ന അതുല്യാണ് ഇപ്പോൾ പുതിയ പരാതിയുമായി വരുന്നത്. ഇവർ പറയുന്നത് ഇവർക്കെതിരെ ഇവർ നേരത്തെ ഒരു പരാതി നൽകിയിരുന്നു. ആ പരാതിയെ തുടർന്ന് ഇവരെ അമ്മ ഓഫീസിൽ നിന്നും ടെർമിനേറ്റ് ചെയ്യുന്ന സാഹചര്യം ഉൾപ്പെടെ ഉണ്ടായിരുന്നു. എന്നാൽ പിന്നീട് അമ്മ എക്സിക്യൂട്ടീവ് തന്നെ ഇക്കാര്യങ്ങൾ ചർച്ച ചെയ്ത് വീണ്ടും ഇവരെ അമ്മ ഓഫീസിലേക്ക് തിരിച്ചെടുക്കുകയും ചെയ്തതാണ്. പക്ഷേ എന്നിട്ടും അവർക്കിപ്പോഴും ഇവിടെ ജോലിക്കെത്താൻ കഴിയുന്നില്ല എന്നതാണ് ഇവർ പ്രധാനമായും പറയുന്നത്. അവർ ഓഫീസിലേക്ക് കഴിഞ്ഞ 12-ാം തീയതി ചേർന്ന എക്സിക്യൂട്ടീവ് യോഗമാണ് ഇവരെ വീണ്ടും ജോലിയിൽ തിരിച്ച് പ്രവേശിപ്പിച്ചതെങ്കിലും പിന്നീട് അവർക്ക് ഇതുവരെയായി ആ ഓഫീസിലെത്തി ജോലി ചെയ്യുന്നതിന് വേണ്ടി കഴിഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല അമ്മയുടെ പ്രസിഡന്റ് തന്നെ അങ്ങനെ ഓഫീസിലേക്ക് വരേണ്ടതില്ല, വർക്ക് ഫ്രം ഹോമായി ജോലി തുടരാം എന്ന് ഇവരോട് പറഞ്ഞു എന്നതാണ് പറയുന്നത്. അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആരോപണമായി അതുല്യ ഉന്നയിക്കുന്നത് അമ്മയുടെ ജനറൽ സെക്രട്ടറി തന്നെ നേതൃത്വം കൊടുത്തുകൊണ്ട് ഒരു മൂവർ സംഘം തനിക്കെതിരായി ഗൂഢാലോചന നടത്തുന്നു, അപവാദ പ്രചരണങ്ങൾ തനിക്കെതിരെ നടത്തുന്നു. അത്തരം അപവാദ പ്രചരണങ്ങൾ അവിടുത്തെ സെക്യൂരിറ്റി ആയിരുന്ന ഒരാളെയും ചേർത്ത് വെച്ചുകൊണ്ട് അവർ തന്നെ നടത്തുകയാണ്. അത് അമ്മ എക്സിക്യൂട്ടീവിന് മുന്നിൽ പോലും അവതരിപ്പിക്കാൻ പോലും ഇവർ തയ്യാറായി. അങ്ങനെ ഈ അപവാദ കഥകളുടെ തുടർച്ചയായിട്ടാണ് തനിക്കെതിരെ ഒരു നടപടി ഉൾപ്പെടെ എടുക്കാൻ ശ്രമിച്ചത്. എന്നാൽ അത് അവിടെ പൊളിഞ്ഞു പോവുകയും അത് എക്സിക്യൂട്ടീവ് കമ്മിറ്റി അമ്മ പ്രസിഡന്റിന് ഉൾപ്പെടെ ബോധ്യപ്പെടുകയും ചെയ്യുകയായിരുന്നു. അതിനെ തുടർന്നാണ് തനിക്ക് ജോലിയിൽ വീണ്ടും പ്രവേശിക്കാൻ കഴിഞ്ഞത് എന്നുമാണ് ഇവർ പറയുന്നത്. എന്നാൽ അതിനുശേഷവും തനിക്ക് മാനസികമായ പീഡനങ്ങൾ തുടരുകയാണ്. നീന കുറുപ്പ് ഉൾപ്പെടെയുള്ള ആളുകളുടെ ഭാഗത്തു നിന്നും തനിക്കെതിരെ നിരന്തരമായ ഇത്തരം അപവാദ പ്രചരണങ്ങൾ വരുന്നു, തന്നെ മാനസികമായി പീഡിപ്പിക്കുന്ന നിലയിലേക്കുള്ള ഇടപെടലുകൾ ഉണ്ടാകുന്നു എന്നതാണ് ഇപ്പോൾ അതുല്യ നമ്മളോട് പറഞ്ഞത്. ഇത്തരത്തിൽ അമ്മയിൽ വരുന്ന കഥകൾ പുറത്ത് പറയാൻ പോലും പറ്റാത്ത നിലയിൽ എല്ലാ തരത്തിലും മാനസികമായും തൊഴിൽ പീഡനവും ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ അമ്മയ്ക്കെതിരെ അമ്മയുടെ നേതൃത്വത്തിലിരിക്കുന്ന ആളുകൾക്കെതിരെ ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ശരി, ഭാരവാഹികളെല്ലാം പിരിച്ചുവിടണമെന്നുള്ള ആവശ്യവും അമ്മയിൽ നിന്ന് തന്നെ ഉയരുന്നുണ്ട്.